ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ കഴിഞ്ഞ +2 ഫിസിക്സ് മോഡൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ. കുറേ കുട്ടികൾക്ക് അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വന്നെന്ന് പറയാം. +2 ഫിസിക്സിൽ ഫസ്റ്റ് ടൈമാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഫ്രം ദ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതുകൊണ്ട് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം പബ്ലിക് എക്സാമിന് അത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ എ സോളിനോയിഡ് ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി, ഏരിയ എ ആൻഡ് ലെങ്ത് എൽ ഓഫ് ദ സോളിനോയിഡ്. നമുക്കെല്ലാവർക്കും എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്റ്റർ എന്ന് പറയുന്ന ടോപ്പിക് അറിയാം. ½ Li²ൻ്റെ ഡെറിവേഷനൊക്കെ നിങ്ങൾക്കറിയാം. ബട്ട് അതല്ല ചോദിച്ചത് കേട്ടോ. അത് നോർമലി ചോദിക്കുന്ന ഒരു ഇക്വേഷൻ തന്നെയാണ്. അതിൻ്റെ സമയത്ത് കപ്പാസിറ്ററിന് എനർജി സ്റ്റോർഡ് ചോദിച്ചു. അത് ഡിലീറ്റ് ആണ്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അത് പബ്ലിക് എക്സാമിന് ഒരിക്കലും വരില്ല കേട്ടോ. ബട്ട് അത് റിലേറ്റ് ചെയ്ത പ്രോബ്ലം നിങ്ങൾ അറിഞ്ഞിരിക്കണം മക്കളെ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്റ്റർ ഇൻ ടേംസ് ഓഫ്, അതായത് എനർജിൻ്റെ ഇക്വേഷൻ, അതായത് ക്യാപിറ്റൽ യുവിൻ്റെ ഇക്വേഷനാണ് എനിക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. ആ ഇക്വേഷനിൽ ആരൊക്കെ വേണമെന്നാണ് പറയുന്നത്? ഇക്വേഷനിൽ വേണം നമുക്ക് പ്രൊപ്പോർഷൻ ജസ്റ്റ് ഇടുകയാണ്. ഓക്കെ, ആരൊക്കെ വേണമെന്നാണ് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് വേണം, ഏരിയ വേണം, ലെങ്ത് വേണം. ഈ ഒരു ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? NCERT എക്സസൈസ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു എക്സാമ്പിൾ പോലെ ഈ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കോപ്പി പേസ് തന്നെയാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യനാണ് വന്നത്. ബട്ട് ആദ്യമായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ചെയ്യാമല്ലോ മക്കളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചോ, അതുകൊണ്ട് ചോദിച്ചുകൊണ്ടാണ് രണ്ട് കുട്ടികൾ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ U = ആരാണ്? ½ Li² ആണല്ലോ. അത് നിങ്ങൾക്ക് ഓക്കെ അല്ല മക്കളെ? അതിൻ്റെ ഡെറിവേഷൻ പഠിക്കണം. മിക്കവാറും ഇനി ഇതാണ് ചാൻസ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ നോർമലി ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ചോദിക്കുക, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഒരു പ്രോബ്ലമൊക്കെയാണ് ചോദിക്കുക. ആദ്യമായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. U = ½ Li². അപ്പോൾ പറഞ്ഞു വരുന്നത് എനിക്ക് ഇത് വേണം. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഇല്ല. ഓക്കെ, ഏരിയ ഇതിലില്ല, ലെങ്ത് എല്ലും ഇതിലില്ല. അപ്പോൾ എനിക്ക് അതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വിനോ, നമുക്കറിയാം അതേ ചാപ്റ്ററിൽ തന്നെ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് L = μ0 n² A × L. ഓക്കെ, ഇതൊരു സോളിനോയിഡിനെ സംബന്ധിച്ചിടത്തോളം സോളിനോയിഡിൻ്റെ ലെങ്ത് ആണ് L, സോളിനോയിഡിൻ്റെ ഏരിയ ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വിളിക്കുക, അപ്പോൾ അതാണ് A. അതുപോലെ നമ്പർ ഓഫ് ടേൺസ് ആണ് സ്മോൾ ലെറ്റർ n എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്കറിയാലോ. L = ഇതിൻ്റെ ഡെറിവേഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ഇക്വേഷൻ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഇക്വേഷനാണ്, മസ്റ്റ് സ്റ്റഡി ഡെറിവേഷൻ ആയിട്ട് ഇത്. അതുപോലെ തന്നെ നമുക്കറിയുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ മൂവിങ് ചാർജസിലാണ് ഈ ഒരു ടോപ്പിക്ക് പറയുക. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ്. ഈ സോളിനോയിഡിൻ്റെ സെൻറ്ററിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷനാണ് B = μ0 n. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ഒന്നുമില്ല. നമുക്കിവിടെ L കണ്ടോ, ഈ എല്ലിന് വരും ഇതാ ഇക്വേഷൻ കൊടുക്കാം. ഓക്കെ, സെൽഫ് ഇൻഡക്റ്റൻസ് ഈ എല്ലിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുക്കാം. നമുക്ക് I ഫ്രം ദിസ് ഇക്വേഷൻ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് I-ൻ്റെ ഇക്വേഷൻ എടുക്കാം. B = μ0 n ആണ്. അപ്പോൾ I-ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 4. അല്ലെങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ വാട്ട് വിൽ ബി I = B / μ0 ni. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാൻ നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുന്നു. ദിസ് വൺ ഈസ് കോൾഡ് ഇക്വേഷൻ നമ്പർ 3. പറഞ്ഞു വരുന്ന എല്ലിന് വരുന്ന ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക, I-ന് വരും ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുക. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടിങ്. ആരൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ഇക്വേഷൻ നമ്പർ 3 ഇൻ ഇക്വേഷൻ നമ്പർ 1. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ക്യാപിറ്റൽ U = എന്നിട്ടും ഡൗട്ട് മക്കൾ നിങ്ങൾ ചോദിച്ചോട്ടോ. ½ L എന്താണ്? ഇവിടെ L എത്രയാണ്? അതായത് L. അപ്പോൾ L എന്ന് പറയുമ്പോൾ μ0 n² A × L. ക്ലിയർ ആണോ? പിന്നെ ആര് വേണം? I² ആണ്. അതായത് നമ്മൾ ഇക്വേഷൻ നമ്പർ 3ൻ്റെ സ്ക്വയറിനെ ഡയറക്റ്റ് സ്ക്വയർ ചെയ്യണം കേട്ടോ. അപ്പോൾ B-ൻ്റെ സ്ക്വയർ B² / μ0ൻ്റെ സ്ക്വയർ n-ൻ്റെ സ്ക്വയർ. പിന്നെ ആരുടെ സ്ക്വയർ? ഓക്കെ, μ0 n ഉണ്ടാവില്ലല്ലോ, സോറി. I = B / μ0 n. I പോയില്ലേ, μ0 n². ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. എനിക്ക് വേണ്ടത് B ഇൻ ടേംസ് ഓഫ് ആര് വേണമെന്നാണ് പറഞ്ഞത്? ഓക്കെ, U ഇൻ ടേംസ് ഓഫ് ആര് വേണമെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഏരിയ അതിൻ്റെ ലെങ്ത്. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് വരിക നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ആരൊക്കെ ക്യാൻസൽ ആവും? μ0² ക്യാൻസൽ, ഇവിടെ μ0 ഉണ്ട്. n² അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ആര് കഴിഞ്ഞില്ലേ? അപ്പോൾ ന്യൂമറേറ്ററിൽ ആരുണ്ടാകും? B² ഉണ്ടാകും. /2 ഉണ്ട് കേട്ടോ. പിന്നെ ആരുണ്ട്? μ0 ഉണ്ട്. പിന്നെ ന്യൂമറേറ്ററിൽ എയും എല്ലും ഉണ്ട് കേട്ടോ. A × L കഴിഞ്ഞില്ലേ? അപ്പോൾ മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്റ്റർ ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് B വന്നിട്ടുണ്ട്, A വന്നിട്ടുണ്ട്, ഏരിയ വന്നിട്ടുണ്ട്, ലെങ്ത്. ഇത് ലെങ്ത് ആണ് കേട്ടോ. ഓക്കെ, സ്മോൾ ലെറ്റർ L ആണ്. ഓക്കെ, സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലേ, ലെങ്ത് ഓഫ് ദ വയർ അല്ലെങ്കിൽ സോളിനോയിഡ് എന്നൊക്കെ വിളിക്കാം. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇതാണ് അവിടെ ചോദിച്ചിട്ടുണ്ടായത്. അപ്പോൾ U ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ തന്നെ ഏരിയ ആൻഡ് ലെങ്ത്. അപ്പോൾ ഈ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. മക്കൾ ക്ലിയർ ആണോ? ഇതായിരുന്നു നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ 17
17th ക്വസ്റ്റ്യൻ. അത് കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തു. മക്കൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് മോഡൽ എക്സാം ആവട്ടെ, എനി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവർലി ചോദിക്കാം. ഷുവർലി നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് വീഡിയോ ആയിട്ടോ കമൻറ്റ് ബോക്സിൽ പറയാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ അതിൽ ചെയ്ത് തന്നിട്ടുണ്ടാകും. സോ നല്ലോണം പഠിക്കുക. പബ്ലിക് എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റട്ടെ മക്കളെ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.